രാത്രി ഇന്ത്യൻ സമയം ഇൻഷാ അള്ളാഹ് 9:30 മണിക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കും. ഇൻഷാ അള്ളാഹ് നീണ്ട 12 മണി വരെ നീണ്ടു നിൽക്കുന്ന മജ്‌ലിസാണ് രാത്രി ഇൻഷാ അള്ളാഹ് മദീനയിൽ വെച്ച് നടക്കുക. അതുകൊണ്ട് എല്ലാവരും 12, ഒരുപക്ഷെ 1 മണി വരെ നീളുന്ന വിശാലമായൊരു മജ്‌ലിസാണ് രാത്രിയിൽ നടക്കുക. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത്. നേരത്തെ തന്നെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും റെഡിയായി അങ്ങനെ നല്ല റാഹത്തോടെ നല്ല വസ്ത്രം ധരിച്ച് ഒളുവോടുകൂടെ നല്ല സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇൻഷാ അള്ളാഹ് നല്ല റാഹത്തിൽ മക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഒരുമിച്ച് ഒരു റൂമിന്റെ ഉള്ളിലിരുത്തി എല്ലാവരും ഒന്നിച്ച് ആ മജ്‌ലിസിൽ പൂർണ്ണമായി പങ്കെടുക്കുക. ഇൻഷാ അള്ളാഹ് 14 ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു ഒരുപക്ഷെ കണക്കാക്കിയത് മദീനയാണ് കണക്കാക്കിയത്. അതുകൊണ്ട് മദീനയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അതൊക്കെ ഇജാബത്തിന്റെ ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തില് ഞാൻ ഉദ്ദേശിച്ചത് 27-ാം രാവിൽ മക്കയിൽ ചെലവഴിച്ച് പിന്നെ ഇവിടെ മദീനയിൽ വന്ന് പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകണം എന്നതായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു തോന്നൽ 27-ാം രാവ് തിങ്കളാഴ്ച രാവാണല്ലോ. അപ്പൊ അത് തിങ്കളാഴ്ച രാവിലെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ അത് മുത്തുനബിയുടെ ഹളറത്തിലായിരിക്കണം. അപ്പൊ ഇന്നലെ ആ സുബഹിയുടെ സമയത്ത് ശരിക്കും മുത്തു റസൂലുള്ളാഹിന്റെ സമീപത്ത് തന്നെ എത്തി. അൽഹംദുലില്ലാഹ്. വളരെ ചാരത്ത് തന്നെ എത്തി അവിടെ സമയം ചെലവഴിച്ചു. മാഷാ അല്ലാഹ്. അങ്ങനെ ആ സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മദനിയും കുടുംബത്തിനൊക്കെ ദ്വാരക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തന്ന വലിയൊരു തൗഫീഖാണ്. അങ്ങനെ നമ്മൾ ഇൻഷാ അല്ലാഹ് 29-ാം രാവ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക രാവ് കൂടിയാണ്. റമദാൻ തുടങ്ങിയത് ബുധനാഴ്ചയാണെങ്കിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു പറയുന്നത് റമദാൻ തുടങ്ങിയത് ബുധനാഴ്ചയാണെങ്കിൽ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യത 29-ാം രാവിലാണ്. അതുകൊണ്ട് വിദേശത്തൊക്കെയും റമദാൻ തുടങ്ങിയത് ബുധനാഴ്ചയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 29-ാം രാവ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാവ് വിശുദ്ധമായ ഹറമിലായിരിക്കും, മക്കയിലായിരിക്കും, ഉംറയിലായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെയുള്ള ദുആകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് രാത്രി മജ്‌ലിസ് ആരും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും അവരുടെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഇൻഷാ അല്ലാഹ് നല്ല ഫ്രഷായി നല്ല നിസ്കാരങ്ങളൊക്കെ വേഗം നിസ്കരിച്ച് അങ്ങനെ പിന്നീടുള്ള 9:30 മണി മുതൽ രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുന്ന സമയം അത്രയും നമ്മൾ ഇന്നലത്തെ രാത്രി ഖുർആൻ ഓത്തുകളുമായി, ദിക്റുകളുമായി, സ്വലാത്തുകളുമായി, പരിശുദ്ധമായ തൗബയുമായി ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു ദുആഇന്റെ മജ്‌ലിസാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത്. നെറ്റ് ഇല്ലാത്തവർക്ക് നെറ്റ് നേരത്തെ തന്നെ കയറ്റി വെക്കണം. അങ്ങനെ